നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. നീ എന്റെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇനി കാണാൻ വേണ്ടിട്ട്. അല്ല, അവനും കണ്ട ആസ്വദിച്ചല്ലേ, അത് മതി. നീ ആസ്വദിച്ചല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രേണു സുധിയുടെ ലൈവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലെല്ലാം അതിൻ്റെ ക്ലിപ്പിങ്സ് ആണ്. നമ്മുടെ രേണു സുധി ലൈവിൽ വന്നിരുന്നത് തെറി വിളിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അള മുട്ടിയാൽ ചേരയും കടിക്കും എന്നും പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് തമ്പനയിലോട് കൂടി അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനെ പറയുന്നത്, അള മുട്ടിയാൽ ചേരയും കടിക്കും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം 2 ദിവസത്തെ ലൈവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് 2 ദിവസത്തെ ലൈവാണ് നമ്മൾ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ലൈവാണ് സംഭവം. അപ്പം 1-ാം ദിവസം ലൈവിൽ ഞാൻ കണ്ട വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. 2 ദിവസമാണ്. അതിന് മുമ്പ് ലൈവ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കണ്ടതിന് ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ രേണു സുധി ഇട്ട ലൈവിനകത്ത് സ്വന്തം പൊടിക്കുഞ്ഞ് റിത്തപ്പൻ അങ്ങനെയല്ലേ കുട്ടിയുടെ ഋതു, ആ കുട്ടിയെ അടുത്ത് നിർത്തിയിട്ടാണ് ലൈവ് ഇട്ടിരിക്കുന്നത്. കാര്യം, രേണു സുധി പറയുന്ന ഓരോ കമൻസ് കുട്ടി ഏറ്റെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് വലിയവരെ അനുകരിക്കുന്നത്. ഈ പറയുന്ന ലാംഗ്വേജ്, കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്ന ഈ ലാംഗ്വേജുകൾ കുട്ടി അതേപോലെ അഡോപ്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമെങ്കിലും രേണു സുധിക്ക് വേണം. ഞാൻ രേണു സുധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ രേണു സുധി അതായത് ആൽബംസിലൊക്കെ ചെയ്ത സമയത്തും നമ്മുടെ ചാന്തുപൊട്ടിൻ്റെ വീഡിയോസിലൊക്കെ ചെയ്ത സമയത്തൊക്കെ വസ്ത്രധാരണ രീതി അതിനൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ അനുകൂലിച്ചാണ് പറഞ്ഞത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അതൊക്കെ സത്യം തന്നെയാണ്. നമ്മുടെ സുധിച്ചേട്ടൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം നാറ്റമാണെന്ന് പറഞ്ഞെടുത്ത് മാത്രമാണ് ഞാൻ രേണു സുധിയെ വിമർശിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതും കഴിഞ്ഞു. അതൊക്കെ അവരവരുടെ കാര്യമാണ്. നമ്മുടെ കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് കിച്ചുവിന് ഇൻ്റർവ്യൂ ചെയ്ത അവതാരകയാണ് നമ്മൾ കുറ്റം പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ എല്ലാത്തിനെയും അങ്ങനെ രേണു സുധി അടച്ചാക്ഷേപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. രേണു സുധി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു അബുദാബിയിലെ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് കണ്ടതേ ഉള്ളൂ. എന്താണ് മുഖത്തൊക്കെ ടാൻ രേണു എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിന് വന്നിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ കംഫർട്ടാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ധരിച്ചിരിക്കുന്നത് അവർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താണ്, ആ ഒരു രീതിയിൽ നമ്മൾ അതിനെയൊക്കെ മൈൻഡ് ചെയ്തില്ലേ വിട്ടു. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, രേണു സുധി നമ്മൾ കണ്ടായിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഷോർട്സ് ഇട്ടേക്ക് നമ്മൾ കണ്ടല്ലോ. ഒരു ഇൻ്റർവ്യൂ പറയുന്ന കാര്യമാണ്, അതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ നെഗറ്റീവ്സ് പറയുന്നവർ എന്തിനാണ് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്? എല്ലാം ആസ്വദിച്ചിരുന്ന ആളല്ലേ. എന്തായാലും നമ്മുടെ രേണു സുധിയുടെ ലൈവ് നമുക്കൊന്ന് കാണാം. കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിന്നരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് കൊണ്ട് എനിക്കറിയാം. സോ മച്ച്. നീ പോടാ. പോലീസുകാരൻ്റെ പ്രൊഫൈൽ വെച്ചവനെ, നീ ആരോടാ എന്നെ പൊടിന്ന് വിളിക്കാം? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞാൽ എനിക്കറിയാം കേട്ടോ. നീ എൻ്റെ നമ്പർ വെച്ചിട്ട് കൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ പൊടി. ഭക്ഷണം കഴിക്കണം. ഇപ്പം തന്നെ വയറ് നിറയുക. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാണ് മദർ തെരേസയോ? പോകാത്ത എൻ്റെ വായിൽ എൻ്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച ലൈവിലെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അതായത് കുഞ്ഞിനെ നിർത്തിക്കൊണ്ടുള്ള എല്ലാത്തിലും ലൈവിൽ ഫേക്കാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്ന ആളാണ്. ഡെയിലി ഒരു ½ ആൻ അവർ എങ്കിലും ലൈവ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. മീൻസ് ഒരുപാട് ആളുകളൊന്നും ഇല്ല, കുറച്ച് മെമ്പേഴ്സ് വരുന്ന ഒരു ലൈവാണ്. അപ്പം നമുക്കതിൽ നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ട്. അതായത് നെഗറ്റീവ്സ് വരുന്ന നൈറ്റിൽ ഒരു ടൈം മാത്രമേ ചെയ്യാറുള്ളൂ. നൈറ്റിൽ ഒരു ടൈം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ ചെയ്യുന്ന സമയം എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ചേർത്താണ് ചെയ്യുന്നത്, ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളവരെ ടൈം ഔട്ട് ചെയ്ത് വിടും, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വിടും. അത്രേ ഉള്ളൂ സംഭവം. നമ്മൾ അതിനകത്ത് മോഡറേറ്റേഴ്സ് ഉണ്ട്, അവരത് ചെയ്തോളും. പക്ഷേ ഇതിൽ രേണു സുധി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളിരുന്ന് തെറി പറയുകയാണ്. തെറി മീൻസ് അതിനെതിരെ ബദലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മോശം തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരമെന്ന് പറയുന്ന എല്ലാം തെറിയാണ്. കണ്ടല്ലോ നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത്, കണ്ടല്ലോ ആ ക്ലിപ്പിങ്ങിനകത്ത്. എന്തായാലും നമുക്ക് കുറച്ച് ഭാഗങ്ങളൂടെ കണ്ടിട്ട് വരാം.
ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ, മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചി എന്ന് വിളിക്കും. നവാസിക്ക ഹായ്. തെറി വിളിച്ചാൽ എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എൻ്റെ ലൈവ് വരാതെ പോടാ. എടി അന്നസുതി കുറെ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കെടുത്ത് തള്ളയല്ലേടി തള്ളച്ചി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും. ഇല്ല കല്യാണം കഴിഞ്ഞില്ല, കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാൻ. നെഗറ്റീവ്സ് വരട്ടെ എന്ന് പറഞ്ഞ രേണു എന്തിനാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ആ കമൻറ്റുകൾ അങ്ങ് ഡിലീറ്റ് ചെയ്താകുന്നുണ്ട്. പിന്നെ എല്ലാം ഫേക്ക് ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഇതിനകത്ത് ഫുള്ള് നെഗറ്റീവ്സ് മാത്രമാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരൊറ്റ വ്യക്തികൾ പോലും ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനില്ല. കാര്യം എല്ലാവരും രേണുവിനെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. രേണുവിൻ്റെ ഓരോരോ ഇപ്പോഴത്തേക്ക് യൂടായപ്പോഴത്തേക്കിന് ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറക്കെ നടന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ അവർ പ്രതികരിക്കാതെ ഇരിക്കില്ല. അതും സത്യമാണ്. ആളെ മുട്ടിയാൽ ചേരയും കടിക്കും. ഇങ്ങനെ പുറക്കെ നടന്ന് ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ്? അതും ഒരു ചോദ്യമാണ്. പിന്നെ രേണുവിന് എന്തോ രേണുവിൻ്റെ അടുത്ത് ആ അവതാരക ചോദിച്ചിട്ട് ഒരു ലൈവിൽ കിച്ചുവിൻ്റെ ലൈവിൽ വന്നാണ് കോമാളിയാക്കപ്പെടുകയാണ്. അത് രേണുവിനെ വെച്ച് ബാക്കിയുള്ളവർ കാശുണ്ടാക്കുകയാണ്. അത് എന്നാണ് ചെയ്തു മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ പല വീഡിയോസിലും പറയുന്നുണ്ട് രേണുവായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ സുധിച്ചേട്ടൻ രേണുവിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പിക്കുണ്ട്. ആ പിക്കിൽ എന്ത് സുന്ദരിയാണ് രേണു. നല്ല ഭംഗിയാണ്. നല്ലൊരു നാടൻ പെൺകുട്ടിയായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും രേണു മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി രേണുവിൻ്റെ മുഖം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ആരെയും ബോഡി ഷേമിങ് ചെയ്യുകയല്ല, ഞാൻ പറഞ്ഞതാണ്. രേണുവിൻ്റെ സൗന്ദര്യം ബോധം, രേണു ഇങ്ങനെ നല്ല ഗ്ലാമറുള്ള ഒരു കുട്ടിയായിരുന്നു. ഇപ്പം ഓരോ ദിവസവും രേണു ഇങ്ങനെ സുന്ദരിയായി ശ്രമിക്കുന്നതനുസരിച്ച് രേണുവിൻ്റെ മുഖം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്തായാലും രേണുവിൻ്റെ ലൈവിൻ്റെ കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം. കുടുംബത്തിലെ സംസ്കാരമാണ് ഈ പറയുന്നതൊക്കെ. എൻ്റെ പൊന്ന് രേണു, മറുപടി കൊടുക്കേണ്ടത് ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ലൈവ് എന്നെ വരണ്ടേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ? നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ? എനിക്ക് ലൈവൊക്കെ വേണ്ട. എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ പറയട്ടെ ലൈവ് എല്ലാം ചെയ്യേണ്ടെന്ന്. എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. നീ എന്റെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ല ഇതിന് കാണാൻ വേണ്ടിട്ട്. അല്ല, അവനും കണ്ട ആസ്വദിച്ചല്ലേ അത് മതി. അത് നീ ആസ്വദിച്ചല്ലോ, അത് കണ്ടല്ലോ, നിനക്ക് തൃപ്തിയായല്ലോ. നീ അവിടെ ഇരുന്നു പട്ടിക്കൊണ്ടാക്കുന്നവൻ. ഞാൻ പട്ടിക്കൊണ്ടാക്കുന്നവനാണ് അല്ലേടാ. നിന്റെ സംസ്കാരമില്ല, നീയാണോ അത് ചെയ്യുന്നത്? തെറ്റ്. തന്നെ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് എന്തുകൊണ്ട് പോസിറ്റീവ് എന്ന് രേണുവിന് പറയിക്കാൻ സാധിക്കുന്നില്ല? അതാണ് എൻ്റെ ഒരു ചോദ്യം. കാര്യം രേണുവിനിപ്പം നാടകം, അതുപോലെ തന്നെ ആൽബംസ്, ഷോർട്സ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പോസിറ്റീവ് ക്യാരക്ടറുകൾ ചെയ്ത് നല്ല രീതിയിൽ വസ്ത്രധാരണം അവരവരുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളില്ല. അല്ല, ഞാൻ പറഞ്ഞ തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ എന്തുകൊണ്ട് പോസിറ്റീവാക്കി മുൻപോട്ട് പോകാൻ രേണു ശ്രമിക്കുന്നില്ല? അതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ പുറക്കെ നടന്ന് ആക്രമിക്കും. നമ്മൾ 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റും, അല്ലാതെ നമുക്ക് അത്രയും ജനങ്ങളുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. പിന്നെ നമ്മൾ മാക്സിമം ഈ സുധിച്ചേട്ടൻ്റെ പേരിലാണല്ലോ രേണുവിനെ ആക്രമിക്കുകയും ഈ അംഗീകാരങ്ങൾ കിട്ടുന്നതും ഈ ആക്രമിക്കുന്നത് സുധിച്ചേട്ടൻ്റെ പേരിലാണ്. കാര്യം രേണു സുധി കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഈ ഇടയ്ക്ക് വെച്ചിട്ട് രേണു സുധിയെ പച്ചയ്ക്ക് തെറി വിളിച്ചൊരു വീട്ടമ്മ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞാൻ അനുകൂലിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവരവരുടെ ലൈഫ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അവരവരുടെ രീതിയാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതിനൊന്നും കയറി ഇടപെടാനുള്ള അവകാശം ആർക്കുമില്ല. പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു ലൈവിൽ നമുക്ക് ലൈവാണ്, ജനങ്ങൾ നേരിട്ട് വന്ന് നമ്മളോട് ഇടപഴകും, നമ്മൾ വിമർശിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു രേണു ലൈവിലിരിക്കാനായിട്ട്. അപ്പോൾ അവരോട് സംയമനപൂർവ്വം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങളാണ്, രേണുവിൻ്റെ കാര്യങ്ങളോട് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് പോലും രേണു അവിടെ ഒരു വേർഡ് പട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചീത്ത പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുക എന്ന് വെച്ചാൽ വളരെ മോശമാണ്. ഫാമിലി കാണും, ഇപ്പോൾ കൂടുതൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത ആൾ കാണും. അങ്ങനെ പറ, നിങ്ങൾ എൻ്റെ എല്ലാം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒരു ആൾ പറയുമ്പോൾ അതിനെ അല്ലെ ഹൈഡ് ചെയ്ത് കളയണം. ആ ആളെ സംസാരിക്കാൻ താല്പര്യമില്ല. എന്തിനാണ് വീണ്ടും പറഞ്ഞ് നമ്മൾ നമ്മുടെ പല്ലിൽ തന്നെ കുത്തി മണപ്പിക്കുന്നത് പറയുന്നത്? അതൊക്കെ വളരെ വൾഗറായിട്ടുള്ള കാര്യമാണ്. കുറച്ചും കൂടെ സംസ്കാരമായിട്ട് സംസാരിക്കാമായിരുന്നു. എൻ്റെ അഭിപ്രായമാണിത്. എന്തായാലും നമുക്ക് ലൈവിലെ കുറച്ച് ഭാഗം കൂടെ കാണാം.
ഇവിടെ നിനക്കൊക്കെ ഈ ലൈവ് വന്ന് ടൈപ്പ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ നേർക്ക് നേരെ ഒന്നും നീ ഒന്ന് വിളിക്കും, ഒരുത്തനെങ്കിലും വിളിക്കും. ഇതിൽ ഓരോ കമൻറ്റുകൾ വരുമ്പോഴും ആ രീതിക്ക് അവരെങ്ങനെയാണോ കമൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ മോശമായിട്ടായിരിക്കും അവർ കമൻറ്റ് ചെയ്യുന്നത്, ആ രീതിക്ക് തന്നെ രേണു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിച്ച് തൻ്റെ കാര്യങ്ങൾ, അതായത് രേണുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ലൈവാണ്, നേരിട്ട് പറയാം. മറ്റേ കമൻറ്റിലൂടെ എഴുതിയിടുന്ന കണക്കല്ല, നമുക്ക് നേരിട്ട് പറയാം. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് ചോദിക്കാമായിരുന്നു രേണുവിന്. ഇതൊന്നും ചെയ്യാതെ അവർ പറയുന്ന അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന അവർ നമ്മൾ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണ് രേണു ഉള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രേണു ഇനിയെങ്കിലും ഇപ്പം ഇനിയും ലൈവുകൾ ഇടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ ലൈവാണ് ഞാൻ ഇടുമെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്തായാലും ലൈവ് ഇനി ഇടുകയാണെങ്കിൽ ഇതുപോലെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് കമൻസുകൾ വരും. അവിടെ നമ്മുടെ മാന്യതയാണ് രേണു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുടെ ലക്ഷ്യം എന്താണ്? രേണുവിനെ പ്രൊവോക്ക് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ട് രേണുവിനെ ദേഷ്യം പിടിപ്പിച്ച് രേണുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം പുറത്ത് കൊണ്ടുവന്ന് രേണുവിൻ്റെ രീതികൾ, അതായത് രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നെഗറ്റീവാക്കി മാറ്റുക. അതാണ് അവരുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം അവർ വിജയിച്ചു. കാര്യം രേണു അതനുസരിച്ചുള്ള മറുപടികൾ കൊടുത്തു തുടങ്ങി. അപ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ അവർ സാക്ഷാത്കരിച്ചു. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രേണു ഇനിയെങ്കിലും ഒരു വിഡ്ഢിയായി മാറാതിരിക്കുക. എന്ന് വെച്ചാൽ ഇതൊക്കെ കരുതിക്കൂട്ടിയുള്ള കാര്യങ്ങളാണ്. രേണുവിനെ വെച്ച് കാശുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ഈ മറ്റുള്ള ചാനലുകാരായാലും അവരൊക്കെ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. അതിനൊന്നും നിന്നു കൊടുക്കാതിരിക്കുക. തൻ്റെ കയ്യിൽ ഇപ്പം അഭിനയം എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, മക്കളെ നോക്കുക, സുധിച്ചേട്ടൻ്റെ വൈഫ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. അതൊക്കെ അവരവരുടെ ഓപ്ഷനാണ്. അതൊക്കെ ചെയ്യുക. അപ്പം ഈ നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് റീച്ചൊക്കെ ഇപ്പോൾ കിട്ടുമായിരിക്കും, പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മക്കൾക്ക് പോലും അപമാനമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവാക്കി നല്ല കമൻസുകൾ ആളുകളെ കൊണ്ട് പറയിച്ച് നന്നായിട്ട് മുന്നേറാൻ രേണുവിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.